തൃശൂർ പൂച്ചട്ടിയിൽ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊന്നു. നടത്തറ സ്വദേശി സതീഷാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 11:30-ഓടെയാണ് സംഭവം. കൊല നടത്തിയ 3-അംഗ സംഘം പോലീസിൽ കീഴടങ്ങി. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് തൃശൂരിൽ നിന്നും ചേരുന്നത്. ലെവിൻ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്? ഇവർ തമ്മിൽ മുൻവൈരാഗ്യമുണ്ടായിരുന്നു. ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള കാരണം എന്താണ്? ഇക്കാര്യം ഇതിനെക്കുറിച്ച് പോലീസ് എന്താണ് പറയുന്നത്? സ്വാതി, ഇന്നലെ രാത്രി 11:30-ഓടുകൂടിയാണ് കൊലപാതകം നടക്കുന്നത്. തൃശൂർ പൂച്ചട്ടിയിൽ സ്വദേശിയായിട്ടുള്ള നടത്തറ സ്വദേശിയായ സതീഷാണ് മരിച്ചത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്, ഇന്ന് രാവിലെ പ്രതികൾ സ്റ്റേഷനിലെത്തി നേരിട്ട് കീഴടങ്ങുകയും സതീഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയതായി സമ്മതിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി 11:30-ഓടുകൂടി പരിക്കേറ്റ നിലയിലാണ് സതീഷിനെ കണ്ടെത്തുന്നത്. പക്ഷേ റോഡ് സൈഡിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയപ്പോൾ ഏതെങ്കിലും വാഹനം ഇടിച്ച് അപകടത്തിൽപ്പെട്ടതാകാമെന്നുള്ളതായിരുന്നു നാട്ടുകാരും പ്രദേശവാസികളുമായിട്ടുള്ള ആളുകൾ കരുതിയിരുന്നത്. തുടർന്ന് സതീഷിനെ ഇവർ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മാത്രമാണ് ഇതൊരു ആയുധം ഉപയോഗിച്ചിട്ടുള്ള പരിക്കുകളാണ് എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്നും മറ്റും ആർക്കും വ്യക്തതയില്ലായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ സതീഷിന്റെ സുഹൃത്തുക്കൾ കൂടിയായിട്ടുള്ള 3 പ്രതികൾ സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും തങ്ങളാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായ ഒല്ലൂർ ഭാഗത്തുണ്ടായ ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുത്ത് ഈ 3 ആളുകളും സുഹൃത്തുക്കളായ 4 ആളുകളും തമ്മിൽ ചില തർക്കങ്ങളും വാക്കുതർക്കങ്ങളും ഒക്കെ ഉണ്ടാവുകയും അതേ തുടർന്നുള്ള പ്രകോപനത്തിലാണ് പ്രതികൾ കൊല നടത്തിയതെന്നുമാണ് പോലീസ് പറയുന്നത്. സംഭവം നടന്ന് സംഭവത്തിന് ശേഷം അല്പസമയങ്ങൾക്ക് മുൻപാണ് പ്രതികൾ സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ പോലീസിൽ നിന്ന് ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും നടത്തറ സ്വദേശിയായ സതീഷ് എന്ന 48 വയസ്സുകാരനാണ് മരിച്ചത്. ഇയാൾ മുൻപ് ഒരു കൊലപാതക കേസിൽ പ്രതി കൂടിയായിരുന്ന ആളാണ്. സ്വാതി. ശരി ലെവിൻ, തൃശൂർ പൂച്ചട്ടിയിലാണ് കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊന്നത്. നടത്തറ സ്വദേശി സതീഷാണ് കൊല്ലപ്പെട്ടത്. കൊല നടത്തിയ 3-അംഗ സംഘം പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു. ആ വിവരങ്ങളാണ് ലെവിൻ കെ വിജയൻ നൽകിയത്.